ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുമ്പോൾ, ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ആ വിശുദ്ധ ബെനഡിക്റ്റ് നമുക്ക് നൽകുന്ന ആ ദൈവത്തിനോട് വാങ്ങിച്ച ഒരു സംരക്ഷണമുണ്ട്. എല്ലാ തരത്തിലുള്ള ദുഷ്ടശക്തികളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ആ വിശുദ്ധൻ നമുക്ക് നേടിത്തന്ന, ദൈവത്തിൽ നിന്ന് നേടിത്തന്ന ആ ഒരു സംരക്ഷണത്തിന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്നതായ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും, ബന്ധന അവസ്ഥകളിൽ നിന്നും വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ സംരക്ഷണം ലഭിക്കുവാനായിട്ട് ആ വിശുദ്ധന് നമുക്ക് നേടിത്തന്ന, ദൈവത്തിൽ നിന്ന് നേടിത്തന്ന ആ ഒരു സംരക്ഷണത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ ഭാഗ്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ മലയിലേക്ക് കയറി അവിടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം അവരുടേതാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തോട്, ആ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിൽ പാപത്തിൻ്റെതായ ബന്ധനാവസ്ഥകളിൽ തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നേറുവാനായിട്ട്, അങ്ങനെ ക്രിസ്തുവിൽ ആഹ്ലാദിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രത്യേകിച്ച് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.